കൽക്കി എന്ന് പറയുന്ന പ്രഭാസ് ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രഭാസിൻ്റെ കൽക്കിക്ക് കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ വളരെ മോശമായിരുന്നു. ആദ്യ ദിവസങ്ങളിലെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കളക്ഷനിൽ വലിയ വർധനവ് ആദ്യ ദിവസങ്ങളിൽ കാണപ്പെട്ടത്. ദുൽഖർ സൽമാന്റെ വേഫെയറർ ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം കേരളത്തിൽ വിതരണത്തിന് എടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 2.25 കോടിക്കും 3 കോടിക്കും ഇടയിലുള്ള കളക്ഷൻ ചിത്രം ഉറപ്പിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ മാത്രം 90 കോടിക്കും 100 കോടിക്കും ഇടയിൽ വന്ന് നിൽക്കുമെന്നാണ് ട്രാക്കിങ്ങിൽ നിന്നും വ്യക്തമാവുന്നത്. കറക്റ്റ് ചിത്രത്തിന്റെ ഡീറ്റെയിൽ കളക്ഷനൊക്കെ അറിയണമെങ്കിൽ ഇന്ന് ഉച്ചയോട് കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് FT കളക്ഷൻ എങ്ങനെ പോയാലും 200 CRൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കറക്റ്റ് കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കൽക്കി ഇപ്പോൾ മറ്റൊരു വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. തെലുങ്ക് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ലിസ്റ്റിൽ 4ാമത്തെ പൊസിഷനിൽ കൽക്കി വന്ന് നിൽക്കുന്നു. ബാഹുബലി 5 കോടി 45 ലക്ഷം നേടിയപ്പോൾ സലാർ 4 കോടി 65 ലക്ഷം രൂപ നേടി. RRR 4 കോടി ആദ്യ ദിവസം നേടിയപ്പോൾ കൽക്കി കേരളത്തിൽ നിന്നും ആദ്യ ദിവസം 2.25 കോടിക്കും 3 കോടിക്കും ഇടയിലാണ്. അത് കറക്റ്റ് ഫിഗർ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. അല്ലു അർജുൻ്റെ പുഷ്പയാണ് 5ാമത്തെ സ്ഥാനത്ത് നിലകൊള്ളുന്നത്. ഈ ഒരു ലിസ്റ്റിലെ 3 സിനിമകളും പ്രഭാസിൻ്റെതാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ബാഹുബലിയും അതോടൊപ്പം തന്നെ സലാർ, ഇപ്പോൾ ഇതാ കൽക്കി. ആദ്യ ദിവസം ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിൽ വളരെ മോശം രീതിയിൽ തന്നെയായിരുന്നു കൽക്കി എന്ന ചിത്രത്തിന്റെ പോക്ക്. പിന്നീട് അങ്ങോട്ട് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ 70% ഒക്യുപ്പൻസിയിലേക്ക് ഒക്കെ എത്താൻ ചിത്രത്തിന് സാധിച്ചത്. ബാഹുബലിയും KGF ഒക്കെ കേരളത്തിൽ നിന്ന് നേടിയ സമാനമായ കളക്ഷൻ കൽക്കി എന്ന ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ്